കമ്മീഷണറോട് SP ലോകനാഥൻ പറഞ്ഞു, ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനല്ല. അയാളുടെ പ്രായം 45-നും 55-നും ഇടയിലാണ്. സാധാരണ ചെയിൻ മോഷ്ടിക്കുന്ന പിള്ളേരുടെ ടാർഗറ്റ് സ്ത്രീകളാണ്. കാരണം അവർ പിന്നാലെ വരില്ല, അവർക്ക് തമ്മിൽ അറിയുക പോലുമില്ല. ഇതിന്റെ റിവേഴ്സ് ആണ് ഇവിടെ നടക്കുന്നത്. കൊല്ലപ്പെട്ട പെൺകുട്ടികളെല്ലാം 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരാണ്. സൈക്കോപാത്തായ കൊലപാതകിക്ക് കൊല ഒരു അഡിക്ഷനാണ്. അതിനാൽ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും കൊല ചെയ്യാൻ തോന്നും. ഇത്രയും കേട്ട കമ്മീഷണർ SP ചോദിച്ചത് പ്രകാരം ഇൻവെസ്റ്റിഗേഷന് പ്രത്യേകം ഒരു റൂമും പോലീസുകാരെയും നൽകും. കൂടി വന്ന എല്ലാ പോലീസുകാരോടുമായിട്ട് SP ലോകനാഥൻ പറഞ്ഞു, 3 ദിവസം കൂടുമ്പോഴാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നത്. അങ്ങനെ നോക്കിയാൽ ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് ഉറപ്പായും ഒരു കൊലപാതകം നടക്കും. കൊലയാളി ഒരു സൈക്കോപാത്ത് ആയതിനാൽ നമ്മൾ അവനെ പിടിക്കുന്നത് വരെയും അവൻ ഈ കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ സമയം തൊട്ട് പെൺകുട്ടി മിസ്സിംഗ് എന്ന് പറഞ്ഞു വരുന്ന കംപ്ലൈന്റുകളെല്ലാം നമ്മൾ അന്വേഷിക്കണം. SPയും പോലീസുകാരും പല ഏരിയകളിലായി അന്വേഷണത്തിനായി പോകും. അതേസമയം മറ്റൊരു സ്ഥലത്ത് ഒരു പെൺകുട്ടി വേസ്റ്റ് കളയാനായി വീടിന് പുറത്തേക്ക് വരുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് മിന്നാൻ തുടങ്ങും. വേസ്റ്റ് കളഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ തൊട്ടു പിന്നിൽ ഒരാൾ നിൽക്കുന്നു.